എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കൂടോത്രത്തെ പറ്റിയാണ് കേട്ടോ. കൂടോത്രം, ക്ഷുദ്രം, ആഭിചാരം, ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ വർക്കാവോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് വെറും അന്ധവിശ്വാസമാണോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നോക്കാൻ പോണം. നമ്മൾ ഈ ജ്യോതിഷപ്രകാരം സാധാരണ ഇടപെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഗോളം, രണ്ട് ജാതകം, ഗോളം ജാതകം, മൂന്ന് മുഹൂർത്തം, 4 പൊരുത്തം, 5 പ്രശ്നം, വേണമെങ്കിൽ നിമിത്തം കൂടി കൂട്ടാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജ്യോതിഷത്തിൽ വരുന്നത്. ഈ ഗോളം ഇല്ലാതെ നമുക്ക് ടൈമിനെ കണക്കാക്കാൻ പറ്റില്ല. പഞ്ചാംഗത്തെ പഴയ കാലത്ത് വാക്യങ്ങൾ വെച്ച്, ജാവുകളൊക്കെ വെച്ച് ഗണിച്ച് നമ്മളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതികളൊക്കെ കണക്കാക്കുന്ന ഒരു രീതി. അപ്പൊ അത് വെച്ചിട്ടാണ് മാസങ്ങൾ ഉണ്ടായിരിക്കുന്നതും വർഷങ്ങൾ ഉണ്ടായിരിക്കുന്നതും. കാലത്തെ ഗണനം ചെയ്യാൻ ഗോളം ആവശ്യമാണ്. അപ്പൊ ജ്യോതിഷം ഫസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോഴും ഏതൊരു കാലത്തും ജ്യോതിഷം ഇല്ലാതെ നമുക്ക് ഗോളത്തെ ഗണിക്കാൻ പറ്റില്ല. അത് അസ്ട്രോളജിയുടെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അസ്ട്രോളജി. വിതൗട്ട് ഗോളം വി കനോട്ട് ഡിറ്റർമിൻ ദ ടൈം മെഷർമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, ജ്യോതിഷപ്രകാരം പോലെ തന്നെയാണല്ലോ 60 സെക്കൻഡ് വെച്ചിട്ടാണല്ലോ കൂട്ടുന്നത്, അല്ലെ? അത് കല വികല എന്ന് പറയുന്ന കല, വികല കല ഭാഗ, ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ വരുന്നത്, രാശി എന്നൊക്കെയുള്ള കാൽക്കുലേഷൻ വരുന്നത് സമാനമായിട്ടാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ടൈമിനെ കണക്കാക്കുന്നത്. രണ്ടാമത് ജാതകം. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കി ഗ്രഹങ്ങളുടെ പൊസിഷൻ നമുക്ക് കണ്ടറിയാൻ പറ്റും. ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് മുൻ ജന്മത്തില് ഇവൻ ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്തിരിക്കാം, അതുകൊണ്ട് ആ കർമ്മത്തിന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന പോലെ നമുക്ക് ഗ്രഹങ്ങളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രഹങ്ങളുടെ നിൽപ്പ് അനുസരിച്ച് മുൻ ജന്മത്തിൽ ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ജന്മത്തിൽ ഇന്നിന്ന കർമ്മങ്ങൾ നിനക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. അത് ദൃഢഭാവങ്ങളെന്നും അദൃഢഭാവങ്ങളെന്നും വരും. അതായത് ഉറപ്പായിട്ടും നിനക്ക് കിട്ടും എന്നുള്ളത് ദൃഢവും, നിനക്ക് ഈ ജീവിതത്തില് സ്വന്തം പ്രവൃത്തി കൊണ്ട് മാറ്റാൻ പറ്റുന്ന അദൃഢവുമാണ്. അപ്പോ ജാതകത്തിൽ ഗ്രഹനില വെച്ചിട്ട് ജനിച്ച ടൈമിൽ വെച്ചിട്ട് പറയുന്ന മെത്തേഡ്, ഇത് പഴയ ആചാര്യന്മാരെ എല്ലാം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തവരായിരുന്നു. ഇപ്പോ അഗസ്ത്യർ, ഭോഗർ മുതലായ ഋഷി, അവരുടെ ഇത് നോക്കിയാലും ഇത് ശിവപെരുമാൻ കൊണ്ടുവന്നാണ് ഐതിഹ്യം. പാർവതി ദേവിക്ക്, ഉമാദേവിക്ക് ഉപദേശിച്ചെന്നും സുബ്രഹ്മണ്യന് കിട്ടിയെന്നും സുബ്രഹ്മണ്യൻ അഗസ്ത്യർ മുതലായവർക്ക് ഉപദേശിച്ച് സ്പ്രെഡായി എന്നും നമ്മൾ ദ്രാവിഡ കോൺസെപ്റ്റിൽ പറയുമ്പോൾ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ടായിരുന്നെന്നും പലയിടങ്ങളിലും ശിവനിൽ നിന്ന് തന്നെ ഇതുണ്ടായിരുന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിലും നോർത്ത് ഇന്ത്യയില്, ഇന്ത്യ ഒട്ടാകെ ഇന്ത്യൻ അസ്ട്രോളജി നിലനിൽക്കുമ്പോൾ അവിടെയും പ്രധാനപ്പെട്ട ആചാര്യന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരാഹമിഹിരാചാര്യനെ പോലുള്ള ആളുകൾ ഒരു സ്ഥലത്ത്, പരാശരനെ പോലുള്ള ഒരു വേറെ സ്ഥലത്ത്, ഇപ്പൊ സ്കന്ദൻ, മുരുകൻ എഴുതിയിട്ടുള്ള ഹോര, സ്കന്ദഹോര, പരാശര ഹോര, യവനഹോര, വരാഹമിഹിര ഹോര ഒക്കെ ഫേമസ് ആണല്ലോ. അപ്പൊ അത് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജാതകം എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയിട്ട് അതിനൊരു എനർജി ഉണ്ടാവും എന്നുള്ള അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അടുത്ത മുഹൂർത്തം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോണ സമയത്ത് നല്ല സമയം നോക്കി ചെയ്താൽ ആ കാര്യം നന്നാവുമെന്നും, കാരണം ആ സമയത്തുള്ള ഗ്രഹനില അനുസരിച്ച് ഒരു കാര്യം അവിടെ ജനിക്കുകയാണ്, ഒരു പ്രവൃത്തി ജനിക്കുകയാണ്. ആ പ്രവൃത്തി നല്ല സമയത്ത് ജനിക്കുന്ന കുട്ടി നല്ല രീതിയിൽ വരുന്നത് പോലെ നല്ല സമയത്ത് തുടക്കപ്പെടുന്ന കാര്യം നല്ലതുപോലെ വരുമെന്നുള്ള വിശ്വാസം. അടുത്തത് പൊരുത്തം കേട്ടോ. 2 ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം. ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യാണ് എങ്കിൽ വേറൊരാളുടെ ജാതകവും തമ്മിൽ പൊരുത്തമാണെങ്കിൽ അത് ഓക്കെ എന്നുള്ള രീതിയിൽ, അതിന് നക്ഷത്ര പൊരുത്തം ഉൾപ്പെടെ, താരബലം ഉൾപ്പെടെ, ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ ഉൾപ്പെടെ നോക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിവാഹ വിഷയത്തിലും എടുക്കാറുണ്ട്. അടുത്തത് നിമിത്ത പ്രകാരമുള്ള പല കാര്യങ്ങളും ഉണ്ട്. പ്രശ്നത്തിന് മുമ്പ് ഞാൻ പറഞ്ഞാണ് നിമിത്തം, അതായത് ശകുനം നിമിത്തം എന്നൊക്കെ പറയും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. നിമിത്തം നമ്മൾ കേൾക്കും, ശകുനം നമ്മൾ കാണും, അല്ലെ? അപ്പോ ശകുന നിമിത്താദികള് ഉപയോഗിച്ചിട്ട്
ഫലം പറയുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അടുത്തതാണ് പ്രശ്നം. പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രശ്നത്തില്. കാരണം ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവുന്ന സമയത്ത് ജ്യോതിഷനെ കാണാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് കുഴപ്പം ഉണ്ടായത് എന്ന് ചിന്തിക്കുകയും ആ കുഴപ്പത്തെ മാറ്റുകയും ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയാണ് പ്രശ്നം. ഈ പ്രശ്നം വെക്കണം എന്തിനാന്ന് പറഞ്ഞാൽ ജാതകം കൂടി നോക്കിയിട്ട് വേണം പ്രശ്നം വെക്കാമെന്ന് പറയും. ജാതകത്തില് ഒരു ദോഷം കാണുന്നില്ല എങ്കിൽ പ്രശ്നത്തിൽ കാണുന്നുവെങ്കിൽ ഇപ്പൊ നമ്മൾ ജനിച്ചിട്ട് ഈ ജന്മത്തിൽ ചെയ്ത പ്രവർത്തികളുടെ, നമ്മൾ ചെയ്തതോ മറ്റുള്ളവര് നമ്മൾക്കിട്ട് ചെയ്ത പ്രവർത്തികളുടെ ഫലമായിട്ട് ഈ കുഴപ്പമുണ്ടായെന്ന് ചിന്തിച്ചിട്ട് പറയുന്നതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ ലൈഫ് എന്താണെന്ന് ഞാൻ എപ്പോഴും ജ്യോതിഷ ക്ലാസ്സുകളിൽ പറയാറുള്ളതാണ്. പ്ലേസ്, പേഴ്സൺ ആൻഡ് തിങ്സ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ രാശി എന്ന് പറയുമല്ലോ, പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഗ്രഹം എന്ന് പറയുമല്ലോ, തിങ്സിനും ഗ്രഹങ്ങൾ എടുക്കും. ഇതെല്ലാം കാരകത്വമുണ്ട്. മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് വ്യക്തികളുമായിട്ടോ പക്ഷി മൃഗാദികള് ആയിട്ടോ സസ്യലതാദികളായിട്ടോ തിങ്സ് സാധനങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആരുടെ ആയാലും ജീവിതം. അപ്പോ ഇതിന് കാരകത്വം കൊടുത്തിട്ടുണ്ട്, ഗ്രഹകാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ററാക്ഷൻ കൊണ്ട് ആണ് മനുഷ്യന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കുഴപ്പമുണ്ടാവും. നമുക്ക് ഒരാൾ നല്ലതോ ചീത്തയോ ചെയ്യാലോ, ഡയറക്റ്റ് ആയിട്ട് മാനസികമായിട്ടും ചെയ്യാലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അസൂയ തോന്നുകയും മറ്റുള്ളവർ നശിക്കട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യാറില്ലേ? ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ വെറുതെ ഒരു കാര്യമില്ലാണ്ട് വന്ന് കമന്റിൽ കാണാൻ ഗുണാക്കെ പറയുന്നു. ഇത് ജ്യോതിഷത്തിന്റെ ചാനൽ ആയതുകൊണ്ട് ഞാൻ മിണ്ടാൻ പോകാറില്ല. എന്നാൽ എന്റെ കളരിയുടെ ചാനല് ഇതേമാതിരി അപ്പൊ കളരി ആകുമ്പോഴത്തേക്ക് ഞാൻ കളരി ഗുരുക്കളാണല്ലോ. പല അഭ്യാസം കാണിക്കുമ്പോൾ ആദ്യ കാലത്തൊക്കെ 2017-18 ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും, ഇങ്ങോട്ട് കമന്റ് ചെയ്യും, ഇതിന്റെ അപ്പുറം തെറിവിളിയാണ്. ചാനലിന്റെ അടിയിൽ നോക്കി അറിയുക, അവര് തെറി വിളിക്കണതിന്റെ അപ്പുറം തെറിവിളിയാണ്. നിനക്ക് അതിന് ബലമുണ്ട്, ഇതിനുള്ള ബലമുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കടാന്നൊക്കെ പറഞ്ഞ് നമ്മളും വെല്ലുവിളിയാണ്. കാര്യം എന്താ, കളരി ഗുരുക്കളാവുമ്പോ കുറെ ശിഷ്യന്മാരും കുറെ കച്ചറ ആൾക്കാരും നമുക്കും പരിചയം ഉണ്ടാവും. ഇത് തന്നെയായിരുന്നു. അവസാനം എന്ത് ചെയ്ത് ചാനലിന്റെ കാര്യം തീരുമാനത്തിലായി. കാരണം ചാനല് നമ്മൾ അങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ ആൾക്കാർ എന്ന് റിപ്പോർട്ട് അടിച്ച്, യൂട്യൂബിൽ തന്നെ ഇപ്പോഴും ഉണ്ട് ചാനൽ, 73,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പണ്ടും എത്ര തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചതുകൊണ്ട് യൂട്യൂബ് ആ ചാനല് പതുക്കെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണം നിർത്തി. അപ്പൊ ഈ ചാനലിന്റെയും ഇടയിൽ വന്നിട്ട് ആൾക്കാർക്ക് ഏതാണ്ട് ഇങ്ങനെ ചൊറിയണ സമയത്ത് വന്നുകൊണ്ട് കമന്റ് ഇടും. എന്നാൽ നേരിട്ട് എന്നെ വിളിച്ചെടുക്കാനുള്ള ഗഡ്സോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് എന്തെങ്കിലും പറയാനുള്ളത് ഇവന്മാർക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇത് കണ്ടിട്ട് പോലും ആൾക്കാർക്കൊരു അസൂയ, കുശുമ്പ്, അല്ലെങ്കിൽ അവജ്ഞ, അല്ലെങ്കിൽ ഇവൻ എന്തൊക്കെ ഡാഷാണ് പറയണേന്നുള്ള ചിന്തകൾ ഒക്കെ വരാം. ഇവന് ഭ്രാന്തണ്ടോന്ന്. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ നോക്കി കാണുന്നുണ്ട്. എന്തിന്? പക്ഷി മൃഗാദികളും സസ്യലതാദികളും നോക്കി കാണുന്നുണ്ട്. അവർക്കും കാണുന്ന സമയത്ത് ഇതിനോട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയോട് ചിലപ്പോൾ ദേഷ്യഭാവമോ അവജ്ഞാഭാവമോ ഒക്കെ ഉണ്ടാവും. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ടാകാം. അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് എപ്പോഴും ദോഷം തന്നെയാണെന്നാണ് വൈപ്പ്. കാര്യം നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അത് കുഴപ്പം തന്നേക്കാം. നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ചിന്താഗതിയും ഡയറക്റ്റ് പ്രശ്നം തരും എന്നുള്ള കാര്യം ഉറപ്പാ. നമ്മളോട് മനസ്സിന് ദേഷ്യമോ ശത്രുതയുള്ള ആളുകൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറും ആക്ഷനിൽ. അപ്പോ പ്രശ്നത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. അതിന്റെ കുറച്ചും കൂടി കഠിനമായിട്ടുള്ള വകതിരിവുകളാണ് ആഭിചാരം, കൈവശദോഷം, ക്ഷുദ്രദോഷം, ബാധകളെ വിടുന്ന പരിപാടി, ഏവല്, പില്ലി, ശൂന്യൊക്കെ. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷനിൽ വരുന്ന പ്രശ്നമാണ്. അപ്പൊ ജ്യോതിഷം ചിന്തിക്കുമ്പോൾ മുൻകാലത്ത് മുൻ ജന്മങ്ങളെ പറ്റി ഇത് കുറച്ച് പറയുന്നതുകൊണ്ട് മുൻ ജന്മത്തിലുള്ള ശത്രുക്കൾ ഇപ്പോഴും ശത്രുക്കളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ വീട്ടുകാരും ഭാര്യ അമ്മയും മക്കളൊക്കെ ആയിട്ട് വരാൻ കേട്ടോ, അത് വേറെ വിഷയം. മുൻ ജന്മത്തിലെ ശത്രുക്കൾ ഇപ്പോഴും വന്ന് ഒരാവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്നിരിക്കാം. അപ്പൊ ശത്രു ജന്മങ്ങളായിട്ട് പിന്തുടരുന്ന അർത്ഥം. ഇതുമല്ല വെൽത്തിന്റെ കാര്യങ്ങളിൽ, സമ്പത്ത്, ബിസിനസിന്റെ കാര്യങ്ങളിൽ ഒക്കെയും ശത്രുതയും അസൂയൊക്കെ വരും. കാരണം എന്ന് പറഞ്ഞാല് മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥതയോട് കുറെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ എനിക്ക് അവനുള്ളത് എനിക്കും കിട്ടണം, കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ചിന്തകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. സൈക്കോളജിക്കലി അതുകൊണ്ട്.
അത്തരത്തിൽ നോക്കുമ്പോൾ മനുഷ്യൻ ഭയങ്കര സ്വാത്വികനായിട്ട് എല്ലാവരും നന്മ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലല്ലോ. അതൊക്കെ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സഹനാവതു സഹനോപുനത്വം പൂർണ്ണമിതം പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യമതായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ശ്ലോകങ്ങളും ശാന്തി മന്ത്രങ്ങളും എല്ലാ ലോകത്തിനും നന്മ ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഋഷി മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ അങ്ങനെയല്ല. ഓരോ കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കണ്ടുമ്പോ തന്നെ കണ്ണടി അസൂയം പ്രശ്നങ്ങളും തുടങ്ങും. എന്തിനാ ഈ വീഡിയോ ഇപ്പൊ ഞാൻ ഇതിനെ കണ്ടിട്ടും ചിലർക്ക് ക്രിമികടിയും ചൊറിച്ചിലും ഉണ്ടാവാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറയണ മാതിരി നമ്മൾ അവരോട് നെഗറ്റീവായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതുണ്ടാവാം. അപ്പൊ ഇത്തരത്തില് നിലനിൽക്കുന്ന കുഴപ്പങ്ങളെ ചിന്തിക്കുന്ന ഒരു സാധനമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്നത്തിൽ എന്തൊക്കെ ചിന്തിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ? ദേവർവേ ധർമ്മദൈവേ ഫണി പിതൃ ഗുരുവിർ ബ്രഹ്മണേ പ്രേതഭൂതേ പീഡായസ്യ കൃദാസ തദനുഭവതിയാ ദൃക്ഭവ വാഗ്ഭവ യാസ്യോദ്ഭൂയോ വിഷോത്ത പുനരഭിരുഭുവിർ യാ കൃദാസാ ച താസാം ഹേതുശ്ചാപി ക്രമേണ പ്രതിവിധയോർ പ്രച്ഛതാം പ്രച്ഛഗാനാം എന്നുള്ളതാണ് പ്രമാണം. അപ്പൊ അതിലെന്തൊക്കെ വരും? ദേവർവ എന്ന് പറഞ്ഞാൽ ദേവകോപം, ധർമ്മദൈവം എന്ന് പറഞ്ഞാൽ ധർമ്മദൈവ കോപം, ഫണി എന്ന് പറഞ്ഞാൽ സർപ്പകോപം, പിതൃ എന്ന് പറഞ്ഞാൽ പിതൃകോപം, ഗുരുകോപം, ബ്രാഹ്മണ കോപം, പ്രേതഭൂതാദികള്. ദേവർവ ധർമ്മദൈവേ ഫണി പിതൃ ഗുരുഭി ബ്രാഹ്മണെ പ്രേതഭൂത പീഡായസ്യാൽ കൃദാസ തദനുഭവതി ദൃക്ഭവ ദൃഷ്ടിബാധ. മനുഷ്യന്റെ ആവാം ദേവതകളുടെ ആവാം. വാക്ഭവ വാക്കിൻ ദോഷം, അതായത് വാക്കുകൊണ്ട് പാര വെക്കണ മാത്രമല്ല അവൻ നശിച്ചു പോട്ടെ, പണ്ടാരടങ്ങി പോട്ടെ, ഇവരൊക്കെ വേറെ പണിയൊന്നുമില്ലേ ഡാഷ്മോ എന്നൊക്കെ പറയണ മാതിരിയുള്ള വാക്കിൻ ദോഷം. ദൃക്ഭവ വാക്ഭവ യാസ്യോദ്ഭൂയോ വിഷം കൈവശദോഷം യാസ്യാകൃതാസാസം ഹേതുശ്ചാപി ക്രമേണ പ്രതിവിധയോ. അപ്പോ ദൃക്ഭവ വാക്ഭവ യാസ്യദ്ഭൂയോ. അപ്പൊ ഇവിടെ അടുത്ത വരുന്നതാണ് ശത്രുദോഷം. പുനരിപി രബി രിഭുവിർ, രിഭു എന്ന് പറഞ്ഞ ശത്രു. യാസ്യകൃതാസാസം. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ദോഷങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എത്രണ്ണം പറഞ്ഞു? 1 2 3 4 5 6 7 8 9 10 11. ഇനി ഇതിന്റെ ഉപദോഷങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? ക്ഷുദ്രം, ആവിചാരം, മഹാവിചാരം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇതിന്റെ ഇടയിൽ ഇതല്ലാണ്ടും വരും. 11 ദോഷങ്ങൾ നല്ല പ്രബലമായിട്ട് വന്നല്ലോ ഇത് പറഞ്ഞപ്പോ തന്നെ അല്ലെ. ദേവർവ. അപ്പൊ ഇതിനൊക്കെ പ്രമാണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഈ പ്രശ്നമാർഗം പഠിച്ചുകൊണ്ടിരിക്കണം. എങ്ങനാ ഇപ്പൊ ദേവദോഷം തന്നെ പറയുമ്പോ നമ്മൾ നോക്കുമ്പോൾ പറയൂലേ, സർവേശ്വരാണാം ദക്ഷിണേദിത്യം സാന്നിധ്യമസ്മാ ദക്ഷിണാനുകൂല പ്രായാനുകൂല സകലാശ്ചേവ ജ്ഞാനുകൂല സത്പ്രാതികൂല എന്നൊക്കെ പറഞ്ഞ് പ്രമാണമൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ജ്യോത്സ്യന്മാർ ഇത് പറയുന്നത്. അപ്പൊ പ്രശ്നമാർഗം പഠിച്ചിട്ടുള്ള ജ്യോത്സ്യന്മാരെ, ഗുരുവിന്റെ അടുത്തുനിന്ന് പ്രശ്നമാർഗം പഠിച്ചിട്ടുള്ളവര് ഒന്നില്ലെങ്കിൽ ഇത് പഠിക്കുക അല്ലെങ്കിൽ പഠിക്കാതിരിക്കുക. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള പറഞ്ഞു തന്നത് ഇന്ന ഭാവങ്ങളിൽ ഇന്ന ഗ്രഹങ്ങളിൽ നിന്നാൽ ഇന്ന പ്രശ്നം ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞു തന്നത്. അപ്പൊ ഗുരു പരമ്പരയിലൂടെ ജ്യോത്സ്യം പഠിച്ച എല്ലാ ആൾക്കാരും 90% പേരും ഇത് വിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എടുത്തു പറയാണ്, ഈ ലോകത്തുള്ള സകലമാന മതങ്ങളിലും കംപ്ലീറ്റ് പറയുന്ന കാര്യങ്ങളും വെറും ഊഹാപോഹം വെച്ച് പറയുന്നത് അല്ലെങ്കിൽ അവരെന്തൊക്കെയോ പറയുന്നു എന്നുള്ള തരത്തിലേക്ക് വരും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ കാര്യങ്ങൾ ഒക്കെ തെറ്റാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പൊ മോഡേൺ ഇതിൽ പറയുന്ന സംഭവങ്ങളും, അതായത് ലോ ഓഫ് അട്രാക്ഷൻ, അഫർമേഷൻ, റൈക്കി, പ്രാണിഹീല്, കണഗുണ സാധനങ്ങൾ, മൈൻഡ് പവർ, തേട ഇതൊക്കെ ഉണ്ടായാലും ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ആരാധനയും ഫേക്ക് ആണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ